തെളിയിക്കേണ്ട മേഖലകളിൽ കൃത്യമായി ആ കരാറിനെ കുറിച്ചും അതിന്റെ സുതാര്യതയെക്കുറിച്ചും അതിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ചും സത്യസന്ധമായിട്ട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. സത്യസന്ധമായിട്ട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. നിയമപരമായി എവിടെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് വീണ വിജയൻ? അതായത് പിന്നെ ചൂടാണ്ട് ഇല്ല. സാധാരണ എല്ലാ കമ്പനികളും എല്ലാ വർഷവും അതിന്റെ ഓഡിറ്റ് റിപ്പോർട്ടും മറ്റു റിപ്പോർട്ടും കൊടുക്കും. കമ്പനി നിയമപ്രകാരം മുകൾ അതോറിറ്റി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കും. ആ മറുപടി കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് തൃപ്തികരമാണോ ഇല്ലയോ എന്ന് അവരാണ് തീരുമാനിക്കേണ്ടത്. ഇതാണോടാ നീ കണ്ടുപിടിച്ച ആനക്കാര്യം? പൊതു രാഷ്ട്രീയ സാഹചര്യവും ഓരോ സംസ്ഥാനങ്ങളിലെയും ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നല്ല രസമുണ്ട്. ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നും ആ രേഖകളൊക്കെ CPM-ന് കിട്ടിയിട്ടുണ്ടെന്നും CPM-ഉം അത് പരിശോധിച്ച് ബോധ്യപ്പെട്ടതാണെന്നും താങ്കൾ പറഞ്ഞല്ലോ. അപ്പോൾ എന്താണ് ആ സേവനം? അത് പറയൂ. ഞാൻ പറയാത്ത കാര്യങ്ങളാണ് താങ്കൾ പറയുന്നത്. ഈ വിഷയത്തിൽ CPM പറഞ്ഞ പ്രസ്താവനകൾ, മറുപടികൾ, CPM ചോദിച്ച ചോദ്യങ്ങൾക്ക് കൊടുത്ത ഉത്തരങ്ങൾ അത് വ്യക്തമായിട്ടുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് പറഞ്ഞത്. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. അല്ലാതെ കമ്പനീസ് ആക്ട് പ്രകാരം കിട്ടിയ രേഖകൾ മുഴുവൻ CPM-ന് കിട്ടി എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പറയാത്ത കാര്യങ്ങൾ താങ്കൾ താങ്കളുടെ അഭിപ്രായമായിട്ട് നിങ്ങൾക്കറിയാമോ ഈ സേവനം എന്താണെന്ന്? ഒറ്റ ചോദ്യം കൂടിയേ ഉള്ളൂ, മറ്റു അതിഥികളിലേക്ക് പോകുന്നു. ശരിക്കും CPM-ന് അറിയാമോ സേവനം എന്താണ് എന്ന്? വണ്ടി എടുക്കട്ടെ മോളെ. ആ കരാർ പ്രകാരമുള്ള സേവനം കൊടുത്തിട്ടുണ്ട്. ആ കരാർ പരിശോധിച്ചാൽ മനസ്സിലാകും. അതുപോലെ തന്നെ സേവനവുമായി അറിയാമോ എന്നാണ് ചോദ്യം. ഇതൊരു നടത്തു പോണ മാതിരില്ല. സേവനം എന്താണ്? കരാർ പ്രകാരമുള്ള സേവനം കൊടുത്തിട്ടുണ്ട് എന്ന് കമ്പനി പറയുന്നിടത്തോളം കാലം CPM-ന് അറിയാമോ സേവനം എന്താണ് എന്ന്? ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന്റെയും താങ്കൾ പറയുന്ന ഉത്തരത്തിന്റെയും വ്യത്യാസം ശ്രീ അരുൺകുമാറിന് അറിയാം. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. അതെ, അതായത് രണ്ട് കമ്പനികളാണ് തമ്മിലുള്ള കരാറാണ്. സേവനം എന്താണെന്ന് ശ്രീ അരുൺകുമാറിനും CPM-നും അറിയാമോ? അതാണ് എന്റെ ചോദ്യം. ശ്രീ അരുൺകുമാറിനെ ഞാൻ യഥാർത്ഥത്തിൽ അഭിനന്ദിക്കുകയാണ്. വളരെ അധികം മുഖ്യമന്ത്രിയുടെ മകൾ കുഴപ്പത്തിൽ ചാടിയെന്ന് പൂർണ്ണമായും ബോധ്യപ്പെട്ടിട്ടും ഇതുപോലുള്ള സഹോദരന്മാർ വരുന്നുണ്ടല്ലോ ചർച്ചയിൽ. നിരീക്ഷകന്മാർ അയച്ചുകൊണ്ട് പേടിച്ചോടുന്നില്ലല്ലോ, അത് തന്നെ വലിയ കാര്യം. മുഖ്യമന്ത്രിയുടെ മകള് 1,72,00,000 രൂപ മാസപ്പടിയായിട്ട് വാങ്ങിയിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടിട്ടും ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന ഈ സഖാക്കന്മാരെയല്ലേ നമ്മൾ മാതൃകയാക്കേണ്ടത്? നീ എന്നെ ചതിക്കുകയായിരുന്നു, ഞാൻ പതുങ്ങിയിരിക്കുകയായിരുന്നു. ഈ കരിമണൽ കർത്തയുടെ കമ്പനിയുമായിട്ട് നിങ്ങൾ പണം വാങ്ങി സേവനം നൽകിയതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു തെളിവ്, ഞങ്ങൾ സേവനം കൊടുത്തിട്ടാണ് പണം വാങ്ങിയത്, ഇന്ന സേവനം എന്ന് എന്തുകൊണ്ടാണ് സാർ നിങ്ങൾക്ക് പറയാൻ പറ്റാത്തത്? മുഖ്യമന്ത്രിക്ക് പറയാൻ പറ്റുന്നില്ല, മുഖ്യമന്ത്രിയുടെ മരുമകനായ മന്ത്രിക്ക് പറയാൻ പറ്റുന്നില്ല, അരുൺകുമാറിന് പറയാൻ പറ്റുന്നില്ല, ചാനൽ വിശാരദന്മാർക്ക് പറയാൻ പറ്റുന്നില്ല, ആർക്കും പറയാൻ പറ്റുന്നില്ല. എന്ത് സേവനം കൊടുത്തിട്ടാണ് കരിമണൽ കർത്തയുടെ കമ്പനിയിൽ നിന്നും 1.72 crore മുഖ്യമന്ത്രിയുടെ മകൾ വീട്ടിലിരുന്ന് സമ്പാദിച്ചതെന്നതിന്റെ ചോദ്യത്തിന്റെ ഉത്തരം നൽകാൻ ഞങ്ങൾ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. എന്റെ ജീവിതത്തിൽ ഞാൻ നിങ്ങളെ ചമ്മിട്ടില്ല. എന്തോ അല്ല, എന്റെ അമ്മായി നമ്മുടെ മുമ്പിൽ ഒഴിച്ചു. സ്വാമിയെ നിന്നെ അങ്ങനെ അങ്ങ് പോയാലോ.